പ്രിയ കുട്ടികളെ, ഒക്ടോബർ സെക്കൻഡ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെക്കൻഡ് ബികോമിലെ കുട്ടികൾക്കുള്ള ഒരു പുതിയ ടോപ്പിക്കാണ് ഫൈനൽ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ടിൽ ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകില്ല. അപ്പൊ ഫൈനൽ അക്കൗണ്ടിനെ കുറിച്ചൊരു ഇൻട്രഡക്ഷൻ ആണ് ഞാൻ ഇന്ന് തരുന്നത്. ഇതിന്റെ പ്രോബ്ലം നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലാണ് ഞാൻ തരുന്നത്. അപ്പൊ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഈ ഫൈനൽ അക്കൗണ്ട് മൂന്ന് പാർട്ടായിട്ടാണ് വരുന്നത്. ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ലാസ്റ്റ് ബാലൻസ് ഷീറ്റ്. ഈ ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് വച്ചാണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതാം. ഈ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഐറ്റം വരുന്നത് പർച്ചേസസ് ആണ്. ഈ പർച്ചേസസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പർച്ചേസസിന് എപ്പോഴും നമുക്ക് റിട്ടേൺസ് തരും. അപ്പൊ ഈ പർച്ചേസ് റിട്ടേൺസ് തരുന്നത് വളരെ റെയർ ആയിട്ടാണ്. എപ്പോഴും പർച്ചേസ് റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ മിക്കവാറും തരുന്നത്. അപ്പൊ ഓർത്ത് വെക്കേണ്ടത് റിട്ടേൺ ഔട്ട്വേർഡ്സ് പർച്ചേസ് റിട്ടേൺസും റിട്ടേൺ ഇൻവേർഡ്സ് സെയിൽസ് റിട്ടേൺസുമാണ്. എന്ന് പറഞ്ഞാൽ ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ ബിസിനസ്സിലേക്ക് വരാണ്. അപ്പൊ പർച്ചേസ് നമ്മൾ ഡെബിറ്റിൽ എഴുതി, അത് റിട്ടേൺ ചെയ്യുമ്പോൾ ട്രയൽ ബാലൻസിൽ പർച്ചേസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഡെബിറ്റ് കോളത്തിലായിരിക്കും, പർച്ചേസ് റിട്ടേൺസ് ക്രെഡിറ്റ് കോളത്തിലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺസ് മാത്രമേ ക്വസ്റ്റ്യൻ പറയുള്ളൂ. റിട്ടേൺസ് മാത്രം തന്നിട്ട് ഡെബിറ്റിലും എമൗണ്ട് ഉണ്ടാകും, ക്രെഡിറ്റിലും എമൗണ്ട് ഉണ്ടാകും. അപ്പൊ മക്കൾ ഓർത്ത് വെക്കുക, ഡെബിറ്റിൽ വരുന്ന റിട്ടേൺസ് സെയിൽസ് റിട്ടേൺസ് ആണ്. കാരണം സെയിൽസിന്റെ ബാലൻസ് കിടക്കുന്നത് ക്രെഡിറ്റിലാണ്. ഈ സെയിൽസ് കുറയണമെങ്കിൽ ഡെബിറ്റിൽ വരണം. അപ്പൊ സെയിൽസിന്റെ റിട്ടേൺസ് ഡെബിറ്റിലായിരിക്കും. പർച്ചേസ് നമുക്ക് ട്രയൽ ബാലൻസിൽ ഡെബിറ്റിലാണ് തരുന്നത്. അതിന്റെ റിട്ടേൺസ് പർച്ചേസ് കുറയണം എന്നുണ്ടെങ്കിൽ അതിന്റെ റിട്ടേൺസ് ക്രെഡിറ്റിലായിരിക്കും. അപ്പൊ റിട്ടേൺസ് മാത്രമാണ് തരുന്നതെങ്കിൽ ഓർത്ത് വെക്കാം, ഡെബിറ്റ് തരുന്ന റിട്ടേൺസ് സെയിൽസ് റിട്ടേൺസും ക്രെഡിറ്റ് തരുന്നത് പർച്ചേസ് റിട്ടേൺസും ആയിരിക്കും. പർച്ചേസ് റിട്ടേൺസിന്റെ വേറൊരു പേരാണ് റിട്ടേൺ ഔട്ട്വേർഡ്സ്. സെയിൽസ് റിട്ടേൺസിന്റെ മറ്റൊരു പേരാണ് റിട്ടേൺ ഇൻവേർഡ്സ്. ഇനി ഈ പർച്ചേസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺസ് നമ്മൾ മൈനസ് ചെയ്യും. അപ്പൊ റിട്ടേൺസ് മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടേക്ക് എമൗണ്ട് എഴുതുന്നത്. ഇനി ട്രയൽ ബാലൻസിന്റെ തന്നിരിക്കുന്ന ഐറ്റത്തില് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏതൊക്കെ വരുമെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓർത്ത് വെക്കാം. അതായത് പ്രൊഡക്ഷനോട് നേരിട്ട് വരുന്ന എക്സ്പെൻസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. അതായത് വേജസ്, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് ആണ് വേജസ്. ഓർത്ത് വെക്കാം, വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമുക്ക് തരുന്നത്. വേജസ് ട്രേഡിംഗ് അക്കൗണ്ടില് ഡെബിറ്റ് സൈഡ്, സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. ഇനി നമുക്ക് തരുന്നത് ക്യാരേജ്. കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ക്യാരേജ് ഇൻവേർഡ്സും ക്യാരേജ് ഔട്ട്വേർഡ്സും. അപ്പോൾ ഓർത്ത് വെക്കാം, ക്യാരേജ് ഇൻവേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റമാണ്. അതുകൊണ്ട് നിങ്ങൾ ഡിഗ്രി സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്യാരേജ് ഇൻവേർഡ്സ് ക്യാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറയാൻ അതിനുള്ള സാധ്യത കുറവാണ്. പകരം നിങ്ങൾക്ക് തരുന്നത് ക്യാരേജ് ഓൺ പർച്ചേസസ്, ക്യാരേജ് ഓൺ സെയിൽസ് എന്നായിരിക്കും. അപ്പൊ ക്യാരേജ് ഓൺ പർച്ചേസസ് ആണ് ക്യാരേജ് ഇൻവേർഡ്സ് എന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുന്നത് ക്യാരേജ് ഇൻവേർഡ്സ് ആണ്. ക്യാരേജ് ഇൻവേർഡ്സിന്റെ മറ്റൊരു പേരാണ് ക്യാരേജ് ഓൺ പർച്ചേസസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത കൂലിയാണ്. അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതും. ഈ ക്യാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കാം, പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അത് സെയിൽസിന് വേണ്ടി നടത്തുന്ന സമയത്ത് വരുന്ന എക്സ്പെൻസ് ആണ്. അത് നമ്മൾ എഴുതുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും ക്യാരേജ് ഔട്ട്വേർഡ്സ് വരുന്നത്. ഓർത്ത് വെക്കുക, ക്യാരേജ് ഔട്ട്വേർഡ്സിനും വേറെ പേരുണ്ട്. അതായത് ക്യാരേജ് ഓൺ സെയിൽസ് എന്നാണ് ഇത് പറയുന്നത്. ഇവിടെ ക്യാരേജ് ഓൺ പർച്ചേസ്, ഇവിടെ ക്യാരേജ് ഓൺ സെയിൽസ്. പിന്നെ നമുക്ക് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലെ പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് ഈ റോയൽറ്റി. കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ്. ഓർത്ത് വെക്കാം, റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്താൽ മതി. റോയൽറ്റി എന്ന് മാത്രം നമുക്ക് തന്നിട്ടുള്ളൂ എങ്കിൽ നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ അതിവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതാവൂ. റോയൽറ്റി എന്ന് മാത്രം തന്നാൽ നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. പിന്നെ അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതാം. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്ന ഫസ്റ്റ് ഐറ്റം ആണ് സെയിൽസ്.
ഈ സെയിൽസിനും റിട്ടേൺസ് ഉണ്ടാകും. അത് നിങ്ങൾ മൈനസ് ചെയ്യണം. ലെസ് സെയിൽസ് റിട്ടേൺസ്. അപ്പൊ സെയിൽസ് റിട്ടേൺസിന്റെ വേറെ പേര് നമ്മൾ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? റിട്ടേൺ ഇൻവേഴ്സ്. അപ്പൊ സെയിൽസിൽ നിന്ന് കുറയ്ക്കുന്നതാണ് റിട്ടേൺ ഇൻവേഴ്സ് അഥവാ സെയിൽസ് റിട്ടേൺസ്. അത് കുറച്ചിട്ട് വേണം നമ്മൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എപ്പോഴും അഡ്ജസ്റ്റ്മെന്റിലാണ് തരുന്നത്. ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ട്രയൽ ബാലൻസും അഡ്ജസ്റ്റ്മെന്റുമാണ് നിങ്ങൾക്ക് ഫൈനൽ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി തരുന്നത്. ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന എമൗണ്ട് നമ്മൾ എപ്പോഴും only one എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ എടുക്കുള്ളൂ. ഒന്നല്ലെങ്കിൽ ട്രേഡിംഗിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ. അതേസമയം അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്ന എമൗണ്ട് നമ്മൾ രണ്ട് സ്ഥലത്ത് എടുക്കേണ്ട വരും. അതായത് ട്രേഡിംഗിലും പ്രോഫിറ്റ് ആൻഡ് ലോസിലോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലോ എവിടെയെങ്കിലും രണ്ട് സൈഡിൽ നമുക്ക് അതിന്റെ എമൗണ്ട് കാണിക്കേണ്ട വരും. അത് നമ്മൾ കണക്കുകൾ ചെയ്യുമ്പോൾ ഓരോന്നും അതിന്റെ പ്രത്യേകത മനസ്സിലാക്കി തരുന്നതാണ്. ഇപ്പൊ നമുക്ക് കുറച്ച് ഐറ്റംസ് എവിടെ വരുന്നുള്ളത് മാത്രം നമ്മൾ ഇപ്പൊ മനസ്സിലാക്കി വെക്കാം. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് തരുന്നത് കൊണ്ട് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതി. അങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഐറ്റവും നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യും. ഈ ബാലൻസ് ചെയ്യുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ടോട്ടൽ ആണ് വലുതെങ്കിൽ അവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ടോട്ടല് ഡെബിറ്റ് സൈഡ് ആയിരുന്നു കൂടുതലെങ്കിൽ നമ്മൾ ഗ്രോസ് ലോസ് എന്ന് പറഞ്ഞ് നമ്മൾ ബാലൻസ് കാണിക്കും. അപ്പൊ പ്രോഫിറ്റ് ആണെങ്കിൽ ഇപ്പുറത്ത് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എഴുതാം. ലോസ് ആണെങ്കിൽ നമ്മൾ അപ്പുറത്ത് നമ്മൾ ഗ്രോസ് ലോസ് എന്ന് എഴുതാം. ഈ ഗ്രോസ് പ്രോഫിറ്റ് അഥവാ ഗ്രോസ് ലോസ് വച്ചാണ് നമ്മൾ P&L അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും കുട്ടികൾ രണ്ട് ഹെഡിങ് കൊടുത്തിട്ട് ഞാനിവിടെ രണ്ട് ഹെഡിങ് തന്നത് അത് അക്കൗണ്ടിന്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ഒറ്റ ഹെഡിങ്ങേ ഉള്ളൂ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന്. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ P&L അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് വെച്ചാണ്. ഗ്രോസ് പ്രോഫിറ്റ് ക്രെഡിറ്റ് സൈഡിൽ ബ്രോ ഡൗൺ ചെയ്യും. ഗ്രോസ് ലോസ് ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ അത് ബ്രോ ഡൗൺ ചെയ്യും. ദെൻ നമ്മൾ അതിൽ എഴുതുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് സാലറി, അതുപോലെ തന്നെ ക്യാരേജ് ഔട്ട്വേർഡ്സ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ഞാൻ എൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ട്. ആ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് അത് നിങ്ങൾ ആ ലിങ്ക് നോക്കി മനസ്സിലാക്കി എടുക്കാം. അതുപോലെ തന്നെ പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കമ്മീഷൻ. കമ്മീഷൻ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ കമ്മീഷൻ മാത്രമല്ല, കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ട്, ഈ പറഞ്ഞ റെന്റ്, ഇതെല്ലാം ഓർത്ത് വെക്കാം. ഈ പറഞ്ഞ 4 ഐറ്റം ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് അവർ കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലായിരിക്കണം അത് കാണിക്കേണ്ടത്. ഇനി ഈ പറഞ്ഞ കമ്മീഷൻ നമുക്ക് ട്രയൽ ബാലൻസിൽ ക്രെഡിറ്റിലാണ് നമുക്ക് എമൗണ്ട് തന്നിരിക്കുന്നതെങ്കിൽ ആ കമ്മീഷൻ റിസീവ്ഡ് ആണ്. ഡിസ്കൗണ്ട് ക്രെഡിറ്റിലാണെങ്കിൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. അതുപോലെ തന്നെ റെന്റ് ക്രെഡിറ്റിലാണെങ്കിൽ റെന്റ് റിസീവ്ഡ് ആണ്. ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ക്രെഡിറ്റിലാണെങ്കിൽ റിസീവ്ഡ് ആണ്. അപ്പോൾ റിസീവ്ഡ് എല്ലാം നമ്മൾ P&L അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും നമ്മൾ കാണിക്കുന്നത്. കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അങ്ങനെ എല്ലാ ഐറ്റം റിസീവ്ഡ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. എല്ലാ പേയ്മെന്റ്സും കമ്മീഷൻ പെയ്ഡ് ഒക്കെ നമ്മൾ P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അങ്ങനെ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും നമ്മൾ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ഇൻഡയറക്റ്റ് ഇൻകം നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. എങ്ങനെ എല്ലാ ഐറ്റവും നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യും. ക്രെഡിറ്റ് ടോട്ടൽ ആണ് വലുതെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതാം. അതാ ഡെബിറ്റ് ടോട്ടൽ ആണ് വലുതായിട്ട് കിട്ടിയതെങ്കിൽ നമ്മൾ നെറ്റ് ലോസ് എന്ന് എഴുതാം. ഈ നെറ്റ് പ്രോഫിറ്റ് അഥവാ നെറ്റ് ലോസ് വച്ചാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ബാലൻസ് ഷീറ്റിന് 2 സൈഡ് ഉണ്ട്. അത് ക്യാപിറ്റലും അതുപോലെ തന്നെ അസറ്റുമാണ്. ബാലൻസ് ഷീറ്റ് നമുക്കറിയാം, ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് അല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബാലൻസ് ഷീറ്റിന്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ലയബിലിറ്റീസ്, ക്രെഡിറ്റ് സൈഡ് നമ്മൾ അസറ്റ്സ് എന്നാണ് എഴുതുന്നത്. ഈ ലയബിലിറ്റീസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ക്യാപിറ്റൽ വച്ചായിരിക്കും. ഈ ക്യാപിറ്റലിന്റെ കൂടെ നമ്മളിപ്പോ കണ്ടുപിടിച്ച നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യും. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യും, നെറ്റ് ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യും. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ നമ്മളത് ഡ്രോയിങ്സ് നമ്മൾ മൈനസ് ചെയ്യും. ഇങ്ങനെ എല്ലാം എഴുതിയിട്ട് നമ്മൾ ക്യാപിറ്റലിന്റെ എമൗണ്ട് കോളത്തിലേക്ക് എഴുതാം. പിന്നെ ക്യാപിറ്റലിന്റെ ലയബിലിറ്റി സൈഡിൽ, ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ വരുന്ന മറ്റ് ഐറ്റംസ് ആണ് ബാങ്ക് ലോൺ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ലയബിലിറ്റി, ക്രെഡിറ്റേഴ്സ്. അതുപോലെ തന്നെ ആ ഫേമിന്റെ ലയബിലിറ്റീസ്,
ഈ ട്രയൽ ബാലൻസ് നമ്മൾ എടുത്തിട്ട് ഇനി ബാക്കി വരുന്ന ഐറ്റം ബാലൻസ് ഷീറ്റ് ഐറ്റം ആയിരിക്കും. അതിന്റെ ക്രെഡിറ്റ് കിടക്കുന്നത് ലൈബിലിറ്റി ആയിരിക്കും. ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് കിടക്കുന്ന ലൈബിലിറ്റി എല്ലാം ക്രെഡിറ്റിലേ വരുള്ളൂ. അസറ്റ് എല്ലാം ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റിനാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ബാങ്ക് ലോൺ, അതുപോലെ തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ്, അതുപോലെ ബിൽസ് പേയബിൾ, ഇതൊക്കെ ലൈബിലിറ്റി ആണ്. അതെല്ലാം നമ്മൾ ലൈബിലിറ്റി സൈഡിൽ കൊടുക്കും. അസറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നത് ക്യാഷ് ഇൻ ഹാൻഡും. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഫേമിൽ ഇപ്പോൾ ഫേമിലുള്ള ക്യാഷാണ്. ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഫേമിന്റെ പേരിൽ ബാങ്കിലുള്ള ബാലൻസ് ആണ്. അതുപോലെ തന്നെ സൺട്രി ഡെപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സ് നമ്മൾ ഇവിടെ എഴുതാം. ക്രെഡിറ്റേഴ്സ് നമ്മൾ ഇവിടെ എഴുതി, ലൈബിലിറ്റി ആണ്. ഡെപ്റ്റേഴ്സ് നമ്മൾ ഇവിടെ എഴുതാം. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ ഫർണിച്ചർ, ബിൽഡിങ്, ഇങ്ങനെയുള്ള അസറ്റ് എല്ലാം നമ്മൾ ഇവിടെയാണ് നമ്മൾ എഴുതുന്നത്, അസറ്റ് സൈഡിലാണ് എഴുതുന്നത്. അങ്ങനെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും നമ്മൾ എല്ലാം എഴുതി കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ രണ്ട് സൈഡും നമുക്ക് ഒരേ എമൗണ്ട് ആണ് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്ന ഓരോ എമൗണ്ടും നമ്മൾ നോക്കാം രണ്ട് സ്ഥലത്ത് വന്നിട്ടുണ്ടോ എന്ന്. അവിടെ രണ്ട് സ്ഥലത്ത് മസ്റ്റായിട്ടും അഡ്ജസ്റ്റ്മെന്റ് തരുന്ന ഐറ്റം, അഡ്ജസ്റ്റ്മെന്റ് തരുന്നത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തപ്പോൾ അവിടെ എടുക്കാൻ വിട്ടുപോയ ഐറ്റം ആണ്. അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റ് തരുന്ന ഏത് എമൗണ്ടും മക്കൾ ഓർത്ത് വെക്കാം. നമുക്ക് ചെയ്യുന്ന ട്രേഡിങ്ങിലോ പ്രോഫിറ്റ് ആൻഡ് ലോസിലോ ബാലൻസ് ഷീറ്റിലോ രണ്ട് സ്ഥലത്ത് നമുക്ക് വന്നിരിക്കണം ആ എമൗണ്ട്. അങ്ങനെ രണ്ട് സ്ഥലത്ത് എടുത്താലേ നമുക്ക് ബാലൻസ് ഷീറ്റ് രണ്ട് സൈഡും ഒരേപോലെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ബാലൻസ് ഷീറ്റിന്റെ എല്ലാ ഐറ്റംസും കറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം പഠിക്കണം. ഇനി ഈ അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഞാൻ ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിന് വ്യക്തമായിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ അക്കൗണ്ടിനെ ഒന്ന് ചുരുക്കി പറയാനാണ് ഇപ്പോൾ ആഗ്രഹിച്ചത്. ഇതിൻ്റെ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വരണം. അപ്പോൾ ഈ ഫൈനൽ അക്കൗണ്ടിൻ്റെ കൂടുതൽ പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇഷ്ടമായിട്ട് നിങ്ങൾ എൻ്റെ ലൈക്ക് ചെയ്യുക, എൻ്റെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല കൂടുതൽ കണക്കുകൾ ചെയ്യുമ്പോൾ ഓർത്ത് വെക്കുക, ഫൈനൽ അക്കൗണ്ടിൽ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഫൈനൽ അക്കൗണ്ടിൻ്റെ മാർക്ക് കളയാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ.